മാവിൻ്റെ മണ്ടക്കിരിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ട ഓർമ്മ എനിക്ക് ഇപ്പോഴും. എൻ്റെ അച്ഛൻ പറയും പലപ്പോഴും, അയ്യോ ചില ദിവസങ്ങളിൽ രാവിലെ എൻ്റെ ചേട്ടനുമായിട്ടാണ് കൂടുതൽ കമ്പനിയായിരുന്നത്. ചില ദിവസമൊക്കെ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ അടങ്ങിയിരിക്കത്തേ ഇല്ല. ഇതിൻ്റെ മണ്ടേ കയറുക, അവിടെ കയറുക, ഇവിടെ കയറുക, അങ്ങോട്ട്. ഒരു ദിവസം ഇതേപോലെ എൻ്റെ അച്ഛൻ ഡൈനിങ് ഹാളിലിരുന്ന് ഊണ് കഴിച്ചോണ്ടിരിക്കുക. എൻ്റെ അച്ഛൻ ഊണാണ്. അപ്പോൾ ഈ മോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ ഈ ഫാഷൻ, ഈ തടിയിലൊക്കെയുള്ള പടിയൊക്കെ, അന്നല്ലേ ഈ സിമെൻറ്റിൽ ഇങ്ങനെ ഇട്ടിയത് മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന പടിയുടെ കൈവരി. അച്ഛൻ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെന്നപ്പോൾ കാണാൻ ശബ്ദം ആലോ ഈ പടിയുടെ ആ കൈവരിയിലിരുന്ന് ഇങ്ങനെ നിരങ്ങി വന്ന് ഡൈനിങ് ഹാളിലോട്ട്. അച്ഛൻ അന്നേരം തൊട്ട് വിറയല്, അമ്മയെ കിടന്ന് വഴക്ക്. ഞാനൊരു കാര്യം പറയാം, ഇവനെ നോക്കാൻ ഒരാളെ അവൻ്റെ കൂടെ നിർത്ത്. നാളെ അപ്പം ലാലുവിൻ്റെ അച്ഛനെ അമ്മയെ വലിയ കാര്യമാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അതെ. എങ്ങാണ്ട് അത്യാവശ്യം പോയപ്പോൾ ചുമ്മാ ചേട്ടൻ്റെ കൂടെ ഒക്കെ കളിച്ച് വർത്താനം പറഞ്ഞിരിക്കാൻ പറഞ്ഞ് പുള്ളിയോടെ കൊണ്ടാക്കി പോയതാ. അച്ഛനെ പേടി. മിക്കവാറും വിശ്വാന്താര് വരുമ്പോഴത്തേക്ക് കയ്യോ കാലോ ഒക്കെ ഓടിച്ച് എൻ്റെ പൊന്നത് ഒരൊറ്റ സെക്കൻഡും ലാലു അടങ്ങിയിരുന്ന്. ലാലു ഓർമ്മ കാണുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പം എൻ്റെ ചേച്ചിമാർ പറയും, അയ്യോ എനിക്ക് വയ്യ, നീ പോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചിമാർക്കൊക്കെ പേടിയാ.